നെയ്യാറ്റിൻകരയിലെ വിവാദമായ സമാധി സ്ഥലം പൊളിച്ച് അവിടെ നിന്ന് ഗോപൻ സ്വാമിയുടെ മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കം അല്പസമയത്തിനകം ആരംഭിക്കും. അതിനുശേഷം മാത്രമേ ഈ മരണത്തിൽ കൂടുതൽ വ്യക്തത കൈവരികയുള്ളൂ. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിന്റെ പൊതുസമൂഹം ശ്രദ്ധിക്കുന്ന ഒരു വാർത്ത, ആ വാർത്ത എന്തുകൊണ്ട് ഇത്തരം കാലഘട്ടത്തിൽ പോലും ഇങ്ങനെ സമാധിയായി എന്ന് പറയുമ്പോൾ അതിൽ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് കുടുംബം നൽകുന്ന പ്രതികരണങ്ങൾ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അപ്പോൾ പോലും ഈ മരണത്തിൽ ദുരൂഹതയുണ്ടോ എന്നത് ആണ് ഏറ്റവും പ്രധാനം. അസ്വാഭാവികമായ ഒരു മരണമാണോ സംഭവിച്ചത് എന്നതിലൊക്കെ കൂടുതൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. കാരണം ഗോപൻ സ്വാമി എന്നയാൾ നേരത്തെ സ്വകാര്യ ആശുപത്രിയിലടക്കം ചികിത്സ തേടിയിരുന്ന ആൾ ആണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പോലും ആശുപത്രിയിൽ എത്തിയിരുന്നു ചികിത്സയ്ക്കായി എന്നുള്ളതാണ്. പിന്നീട് കുടുംബാംഗങ്ങൾ നൽകുന്ന പ്രതികരണങ്ങൾ, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ അടക്കം പുറത്തു നൽകിയ സമയം, ഇതിൽ ഒക്കെ അസ്വാഭാവികതയുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഈ മരണം ഒരു സ്വാഭാവികമായ മരണം ആണോ എന്നതിൽ കൂടുതൽ വ്യക്തത കൈവരേണ്ടത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ അതിൽ വ്യക്തത കൈവരികയുള്ളൂ. ഒപ്പം കുടുംബം പറഞ്ഞ, അതായത് സമാധി ഇരുത്തിയ രീതിയെക്കുറിച്ച് നേരത്തെ കുടുംബം പോലീസിനോട് വ്യക്തമാക്കിയിരുന്നു. ഒപ്പം മാധ്യമപ്രവർത്തകരോടടക്കം അവർ പ്രതികരിച്ചിരുന്നു. ഈ സമാധി സ്ഥലത്ത് നിന്ന് ഉള്ള ദൃശ്യങ്ങളിൽ നിന്ന്, അതായത് ഒപ്പം ഈ പോലീസ് കല്ലറ തുറക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് കൃത്യമായി അവർ പറഞ്ഞ നിലയിൽ തന്നെയാണ് ഈ മൃതദേഹം സംസ്കരിച്ചിരുന്നത് എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും മരണത്തെ സംബന്ധിച്ച് ഇനിയും സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. അത് സ്വാഭാവികമായൊരു മരണമായിരുന്നോ, കുടുംബം പറഞ്ഞതുപോലെയാണോ മരണം സംഭവിച്ചത് എന്നതിലൊക്കെയാണ് വ്യക്തത കൈവരേണ്ടത്. അരുൺ മോഹൻ ആണ് ചേരുന്നത്. അരുൺ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വാർത്തയാണ്. ഇതിൽ വ്യക്തത കൈവരാൻ ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട്. സാങ്കേതികമായ പരിശോധനകളടക്കം പൂർത്തിയാക്കണം. നേരത്തെ ഹൈന്ദവ സംഘടനകളിൽ ചിലത് ഈ കുടുംബത്തിന് പിന്തുണയുമായി എത്തിയ പശ്ചാത്തലം കൂടിയുണ്ട്. വലിയ പോലീസ് സന്നാഹത്തോടു കൂടിയാണ് ഈ നടപടിക്രമങ്ങളൊക്കെ പോലീസ് തുടരുന്നത്. ഒപ്പം ഈ ഗോപൻ സ്വാമി താമസിച്ചിരുന്ന വീട്, പരിസരം, അവിടെയൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള സ്വാഭാവികതയുണ്ടോ എന്ന പരിശോധന തുടരുന്നുമുണ്ട്. എന്താണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും അഭിലാഷ്, അത് തന്നെയാണ്. ഇപ്പോഴും പോലീസ് ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന സമാധി ഇരുന്ന സ്ഥലം പോലീസിന്റെ പൂർണ്ണമായ ബന്ധത്തിൽ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു നമുക്കറിയാവുന്നതുപോലെ ഇദ്ദേഹം സമാധിയായതായി അറിയുന്നത്. പുറലോകം അറിയുന്നത് വെള്ളിയാഴ്ച മുതൽ ഈ ദിവസം വരെ ഒരുപക്ഷെ നമുക്ക് സമാധി ഇടത്തേക്ക് വരെ ഇന്നലെ വരെ നമുക്ക് സമാധിയുടെ ഇടം വരെ നമുക്ക് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ എത്താൻ കഴിയുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ മുതൽ സ്ഥിതിഗതികൾ വളരെ മാറിയിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞതുപോലെ രാവിലെ 4 മണി മുതൽ പോലീസിന്റെ പൂർണ്ണമായ സംരക്ഷണതയും ഈ പ്രദേശം പോലും ഏറ്റെടുക്കുകയായിരുന്നു. റൂട്ട് മാർച്ച് ഉൾപ്പെടെ. അതുപോലെ ഈ പറയുന്ന സമാധിയിടം പോലീസിന്റെ നിയന്ത്രണത്തിലും ഒപ്പം സംരക്ഷണയിലുമാണ്. ഇപ്പോൾ ഇവിടെ നിന്നും അദ്ദേഹത്തിന്റെ സമാധിയെ അല്ലെങ്കിൽ മൃതദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയപ്പോഴും സമാധി ഇരുന്ന സ്ഥലം ഇപ്പോഴും കനത്ത ബന്ധത്തിലാണ്. അവിടെ ആരെയും പ്രവേശിപ്പിക്കാത്ത തരത്തിലാണ് നിർത്തിയിട്ടുള്ളത്. ഒപ്പം ഈ പറയുന്ന വീട്ടിൽ, ഗോപൻ സ്വാമിയുടെ വീട്ടിൽ ഇപ്പോൾ ഉള്ളത് ഗോപൻ സ്വാമിയുടെ ഭാര്യയും ഇളയ മകൻ രാജസേനുമാണ്. മൂത്ത മകനെ പോലീസ് നിർബന്ധിത പൂർവ്വം തന്നെ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതുപോലെ നിർബന്ധിത പൂർവ്വം ഈ പറയുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെയുള്ള നടപടിക്രമങ്ങളിൽ തീർച്ചയായും വ്യക്തബന്ധു വേണം. കാരണം ഇദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ആരും തന്നെ മുന്നോട്ട് വരാത്ത ഒരു പശ്ചാത്തലം നമുക്ക് പല സമയങ്ങളിലും നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ ഈ മകനെ കൊണ്ടുപോയെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നതും. എന്തായാലും ഇപ്പോഴും ഇവിടെ പ്രദേശം ഇപ്പോഴും ദുരൂഹത നിറഞ്ഞ അവസ്ഥയാണ്. ഈ പോസ്റ്റ്മോർട്ടം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ പൂർത്തിയായി അതിൽ നിന്നുള്ള ഫലം വരുമ്പോൾ മാത്രമേ ഒന്നാംഘട്ട ചുരുളുകൾ അഴിയുമ്പോഴും ഇവർ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങൾക്കും ഉത്തരങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് പോലീസിന്. ഈ പറഞ്ഞ ഒരുപക്ഷെ ഇദ്ദേഹം സമാധിയാണിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മരിച്ചതിന് ശേഷമാണ് അവിടെ കൊണ്ട് സമാധി ഇരുത്തിയതെങ്കിൽ ആദ്യം മുതലേ കുടുംബം പറഞ്ഞിരുന്ന നടന്നു വന്ന് അവിടെ അദ്ദേഹം പത്മാസനത്തിൽ ഈ സമാധി ഇരുന്നു എന്നൊക്കെ പറയുന്ന ചില സ്റ്റേറ്റ്മെന്റുകൾ കുടുംബം തന്നിരുന്നു. അതൊക്കെ എന്തുകൊണ്ടാണെന്നൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഇനിയും ചുരുളഴിയേണ്ടി വരും. എന്തായാലും ഇപ്പോഴും പ്രദേശം പല അഭ്യൂഹങ്ങളിലും ചർച്ചയിലുമുണ്ട്. മൃതദേഹം കണ്ടെത്തി, അതായത് നാട്ടുകാരുടെ ഒരു പരാതി ഉണ്ടായിരുന്നത് ഈ പറയുന്ന ഗോപൻ സ്വാമിയെ കാണാനില്ല എന്ന പരാതിക്ക് ഇപ്പോൾ ഒരു വിരാമം കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള വിവരങ്ങൾ വരും മണിക്കൂറുകളിലൂടെ മാത്രമേ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുള്ളൂ. അഭിലാഷ്.
യെസ്, സൂചിപ്പിച്ചതുപോലെ തന്നെ ഗോപൻ സ്വാമിക്ക് എന്താണ് സംഭവിച്ചത് എന്നതിലടക്കം ഇനിയും വ്യക്തത കൈവരേണ്ടതുണ്ട്. സ്വാഭാവികമായ മരണം ആയിരുന്നോ അദ്ദേഹത്തിന് സംഭവിച്ചത്? മരണത്തിൽ അസ്വാഭാവികതയുണ്ടോ എന്നതിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള പരിശോധനകൾ ആണ് ഇപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആണ് ഇപ്പോൾ മൃതദേഹം ഉള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കണം. ഒപ്പം മറ്റ് പരിശോധനകൾ അടക്കം നടത്തേണ്ടതുണ്ട് എങ്കിൽ അത്തരം പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. ആന്തരികാവയവങ്ങൾ കൂടുതൽ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് എങ്കിൽ ആ പരിശോധനകളും പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇങ്ങനെ കൃത്യമായ പരിശോധനകൾ പൂർത്തിയാക്കി അതിൻ്റെ ഫലം വരുമ്പോൾ മാത്രമാണ് എന്താണ് സംഭവിച്ചത് എന്നതിൽ വ്യക്തത കൈവരികയുള്ളൂ. വാർത്തയിലേക്ക് തിരികെ എത്താം, ഇടവേളയ്ക്ക് ശേഷം. കുടുംബത്തിന്റെ പ്രതികരണം അല്പസമയത്തിലേക്കും, അതായത് പോലീസ് ഇപ്പോൾ നടത്തിയിരിക്കുന്ന നടപടിക്രമങ്ങളിൽ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം അല്പസമയത്തിനകം ലഭിക്കും. സബ് കളക്ടർ ആൽഫർഡ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് എല്ലാ നടപടിക്രമങ്ങളും നിയമവശങ്ങളും എല്ലാം കൊണ്ടാണ് അങ്ങനെ ഒരു നടപടിയിലേക്ക് തങ്ങൾ കടന്നത്. അതിനോട് കുടുംബം സഹകരിച്ചിട്ടുണ്ട്. വിശദമായ പരിശോധന പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും കടക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഒരുപക്ഷെ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ഇനി നടത്താനുള്ള പ്രതികരണമാകും ഏറ്റവും പ്രസക്തമായി മാറുക. കഴിഞ്ഞ ദിവസം പോലീസ് നൽകിയ സൂചന അനുസരിച്ച് കുടുംബം സഹകരിക്കുന്നു അവരോട് എന്തായിരുന്നു പറഞ്ഞത്? ഒരുപക്ഷെ ഗോപൻ സ്വാമിയുടെ ഭാര്യയോ അല്ലെങ്കിൽ മകനോ ആയിരിക്കാം മാധ്യമങ്ങളോട് സംസാരിക്കുക. ഈ വീടിന് മുമ്പിൽ കാത്തു നിൽക്കുകയാണ് എല്ലാവരും. അകത്ത് വലിയ പോലീസ് കാവലുണ്ട്. ഈ പ്രാഥമികമായ ഇൻക്വസ്റ്റ് നടപടികൾ കല്ലറ പൊളിച്ച് നടത്തുന്ന സമയത്തെല്ലാം പോലീസിന്റെ കൃത്യമായ കാവലിൽ തന്നെയായിരുന്നു വീടും പരിസരവും. ഈ കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് കൂടുതൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം വീടിന്റെ പരിസരത്തും അകത്തുമായി കൂടുതലായി നിയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഒരുപക്ഷെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇവിടെ വെച്ച് തന്നെ നടത്തുമോ എന്ന ആദ്യഘട്ടത്തിൽ സംശയമുണ്ടായിരുന്നു. പക്ഷേ മൃതദേഹം ജീർണിച്ച അവസ്ഥയിൽ ആയിരുന്നില്ല. മാത്രവുമല്ല ആന്തരിക അവയവങ്ങളുടെ വിശദമായ പരിശോധനയടക്കം വേണ്ടിവരുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത്തരം നടപടിക്രമങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ഫോറൻസിക് സർജന്മാരുടെ നേതൃത്വത്തിലുള്ള സംഘം ആദ്യഘട്ടത്തിൽ പ്രാഥമികമായ പരിശോധനകൾ പൂർത്തിയാക്കിയതിനു ശേഷം ഏതാണ്ട് 8:45 മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ആംബുലൻസിലേക്ക് നീക്കിയത്. അതിനുശേഷമാണ് സബ് കളക്ടർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പക്ഷേ കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും അദ്ദേഹം കടന്നില്ല. ഒരുപക്ഷെ അന്വേഷണത്തിലിരിക്കുന്ന ഒരു കാര്യമായതിനാലാകാം അത്തരം വിശദാംശങ്ങൾ പരസ്യമായി പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറാകാതിരുന്നത്. എന്തായാലും കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് തരത്തിലുള്ള പ്രതികരണം ഇനി ഉണ്ടാകുമെന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു, പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അങ്ങനെ വിട്ടു നൽകുമ്പോൾ ഇതേപോലെ തന്നെ ഇവിടെ വീണ്ടും സമാധി ഇരുത്തുന്ന തരത്തിലൊരു നീക്കമായിരിക്കും അവരുടെ ഭാഗത്ത്. മുടി ബയോടെക്നോളജിയിലൂടെ നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധി സ്ഥലം പൊളിച്ച് കല്ലറ പൊളിച്ച മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിദഗ്ധ പരിശോധനയ്ക്കായി എത്തിച്ചിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കം അല്പസമയത്തിനകം ആരംഭിക്കുകയും ചെയ്യും. അതിനുശേഷം മാത്രമായിരിക്കും ഗോപൻ സ്വാമിക്ക് എന്താണ് സംഭവിച്ചത് എന്നതിൽ വ്യക്തത കൈവരികയുള്ളൂ. ഏറെ വിവാദമായ സംഭവം, പോലീസിന്റെ സമയോചിതമായ ഇടപെടൽ. ഇന്ന് പുലർച്ചെ തന്നെ പോലീസ് സംഘം ഈ സമാധി സ്ഥലത്ത് നിലയുറപ്പിക്കുകയും അതീവ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തു. അതോടൊപ്പം ജില്ലാ ഭരണകൂടത്തിന്റെ കൂടി നേതൃത്വത്തിൽ ആണ് ഇപ്പോൾ മൃതദേഹം പുറത്ത് എത്തിച്ചത്. വലിയ പോലീസ് സന്നാഹം ആയിരുന്നു രാവിലെ മുതൽ ഈ സമാധി സ്ഥലത്ത് അടക്കം തമ്പടിച്ചിരുന്നത്. വലിയ പ്രതിഷേധങ്ങൾ അടക്കം ഉയരുവാനുള്ള സാധ്യതയും കണക്കിലെടുത്തുകൊണ്ടായിരുന്നു പുലർച്ചെ ഇത്തരം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. നേരത്തെ സബ് കളക്ടർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കുടുംബാംഗങ്ങളുമായി ആശയവിനിമയം നടത്തിയിരുന്നു. അതിനുശേഷം അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും കുടുംബാംഗങ്ങളുമായി ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നുകൂടിയാണ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. അതേസമയം പോലീസ് സംവിധാനങ്ങളെല്ലാം തന്നെ സ്ഥലത്ത് തുടരുകയാണ്. അവിടെ പരിശോധനകളും തുടരുകയാണ്. അരുൺ മോഹൻ ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, ഈ മരണത്തിൽ അസ്വാഭാവികതയുണ്ടോ? അതാണല്ലോ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണമെങ്കിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം നിരവധിയായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ, പ്രാഥമികമായി ആ പ്രദേശത്തെ വിലയിരുത്തുക, അവിടെ മരണകാരണമായേക്കാവുന്ന തരത്തിലുള്ള മറ്റേതെങ്കിലും തരത്തിലുള്ള തെളിവുകളോ വിവരങ്ങളോ ഉണ്ടോ എന്നത് പരിശോധിക്കുക. അതിന് ആ വീട്ടിൽ പരിശോധന നടത്തേണ്ടി വരും. ഒരു പക്ഷേ ഗോപൻ സ്വാമി ഉപയോഗിച്ചിരുന്ന വസ്തുവകകൾ പരിശോധിക്കേണ്ടി വരും. സാധന സാമഗ്രികൾ അടക്കം പരിശോധിക്കേണ്ടി വരും. കുടുംബാംഗങ്ങളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടേണ്ടി വരും.
ഇങ്ങനെയൊക്കെയാണ് പശ്ചാത്തലം. അതുകൊണ്ട് തന്നെ ഈ സംഘം ഇപ്പോഴും തുടരുകയാണോ?